അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഈ സഭ ഇവിടെ ഉത്തര തീരദേശത്തുള്ള ജനങ്ങളെല്ലാം സത്യമായും പറഞ്ഞാൽ സർക്കാരിൻ്റെയും മറ്റ് സഭാ നേതാക്കളുടെയും കീഴിലൊരു സമുദായ വേർതിരിവുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലേക്കാണ് പുള്ളി വന്നത്. സ്വന്തം നേട്ടങ്ങൾക്ക് അപ്പുറം സാധാരണ ജനങ്ങളുടെ ജീവിത രീതിക്കൊത്തു ഇറങ്ങി ചെല്ലുവാനും അവർക്ക് വേണ്ട വിമോചനങ്ങൾ ലഭിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു. അത് വലിയൊരു നേട്ടമായി. വിഷയം വെച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇവർ വന്ന് രാത്രി കാലങ്ങളിൽ ബോട്ടടിക്കുകയും വലകൾ കയറി മുറിക്കുകയും വള്ളത്തിലിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് വലിയൊരു നേട്ടമാണ് ഇവിടെ. ജെയ്സുഡ് ഫാദർമാരുടെ വരവോടുകൂടി ഇവിടെയുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ വന്നിരിക്കുന്ന പറഞ്ഞാൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വക്കീലേഴ്സ് എല്ലാം ഇവിടെ ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായി. ആയിരത്തി 1972 ഒരു അവിടെ ഇടവക പൂത്ര ഇടവക വികാരിയായിട്ട് വന്നു. പൂത്ര ഇടവക സെൻറ്റ് റോക്സ് ചർച്ചിൽ പൂത്ര ഇടവകാരിയായിട്ടാണ് പുള്ളി ഇവിടെ രംഗപ്രവേശം ചെയ്യുന്നത്. പുള്ളിയുടെ പ്രവർത്തനം തന്നെ ബൈബിളുമായി അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് പുള്ളിയുടെ. അതായത് ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം ശരിക്കും പറഞ്ഞാൽ 6 മുതലുള്ള വചനമാണ്. അഞ്ചൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, ബന്ധിതർക്ക് മോചനം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ഈ സഭ ഇവിടെ ഉത്തര തീരദേശത്തുള്ള ജനങ്ങളെല്ലാം സത്യമായും പറഞ്ഞാൽ സർക്കാരിൻ്റെയും മറ്റ് സഭാ നേതാക്കളുടെയും കീഴിലൊരു സമുദായ വേർതിരിവുണ്ടായിരുന്നൊരു കാലഘട്ടത്തിലേക്കാണ് പുള്ളി വന്നത്. പുള്ളിക്ക് നല്ലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഇവരെ മോചിപ്പിക്കണം, ക്രിസ്തു ആഗ്രഹിച്ച മോചനത്തിലേക്ക് ഇവരെ കൊണ്ടുവരണം എന്നുള്ള വലിയ ആഗ്രഹത്തോടെയായിരുന്നു പുള്ളി പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അതിന് പുള്ളി എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യമായി ജനങ്ങളുടെ ഇടയിലേക്ക് പ്രവർത്തിക്കാൻ ഇറങ്ങി. ഉദാഹരണം, കമ്പാവല എന്ന് പറയുന്നവിടെ കരമടി എന്ന് പറയും, കരനിന്ന് വലിക്കുന്ന, അതുമായി ബന്ധപ്പെട്ടാണ് പുള്ളി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതുമെല്ലാം ഞങ്ങൾക്ക് പുള്ളിയോട് വലിയൊരു ആദരവും ബഹുമാനവും ഉണ്ടായി. ഞങ്ങൾ പുള്ളിയായി അത് കൂടുതലായിട്ട് വരാൻ കാരണം ഞങ്ങൾക്ക് ഇവിടെ അന്നേരം ബ്രദറിന് പഠിച്ചുകൊണ്ടിരുന്ന ഒരാളുണ്ട് നമുക്ക്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആരംഭിച്ചത് പുള്ളിക്ക് ഒത്തിരി എതിർപ്പുകൾ ഇവിടെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1978 ശേഷമാണ് പുള്ളിയുടെ പ്രവർത്തനം എന്നൊരു ഹീലിംഗ് വന്നത്. അപ്പോൾ വന്നപ്പോഴാണ് നമ്മുടെ വീട്ടിൽ നിന്നൊരു പയ്യനുണ്ട്, അച്ഛനായിട്ട് പോവാൻ, ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ പലരും നമ്മുടെ രൂപതാ ബന്ധത്തിലോ മറ്റ് പാർട്ടികളിലൊക്കെ പുള്ളിയെ സെപ്പറേറ്റ് കാണുന്നൊരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ആരും കൂടുതൽ അംഗീകരിക്കാതെ വന്ന് പുള്ളി കമ്മ്യൂണിസ്റ്റാണെന്നുള്ളൊരു ഇതിൽ കൂടി ആ ഒരവസ്ഥ വന്നു. അപ്പം അന്നൊക്കെ ഇവിടെ അധികം കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ വൽക്കരണം പുള്ളിയെ പ്രവർത്തനങ്ങൾ ഒരുപാട് വിഘടിക്ക് നിൽക്കാനുള്ള വേദന ഉണ്ടാകുന്ന ഒരുപാട് സംഗതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പുള്ളി തോറ്റില്ല. പിന്നെ പുള്ളി ഇറങ്ങിയത് ഇവിടുത്തെ ജനങ്ങളെ എങ്ങനെ സംതരിക്കാം. അപ്പോൾ പള്ളികളുമായി ഇടവുകളായിട്ടെല്ലാം സംസാരിച്ച് പുള്ളിക്ക് കുറേ കൂടുതലായിട്ട് ജനങ്ങളെ അടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ കാലഘട്ടം ഞങ്ങളും കടന്നു പോകുന്നു. അപ്പോൾ അച്ഛനുമായിട്ട് കമ്പനികൾ കൂടാനും മറ്റുള്ള വികസനത്തായി ചിന്തിക്കുന്ന ഒരു ഇവർ വന്നു. അപ്പോൾ പുള്ളി സർക്കാരിനെതിരെയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും സർക്കാരിനെതിരെയായിരുന്നു അന്ന് സമരങ്ങളെല്ലാം. അപ്പോഴാണ് ജനങ്ങൾക്ക് ബോധ്യമായത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് വന്നത്, അല്ല ഒരു രാഷ്ട്രീയത്തിന് വേണ്ടി. പുള്ളി നിലപാട് രാഷ്ട്രീയമാണെങ്കിലും ആവശ്യം ജനങ്ങളുടെ ഈ പറഞ്ഞ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അന്ന് പുള്ളി തുടങ്ങിയ സമയത്ത് കരുണാകരൻ സർക്കാരായിരുന്നു. അപ്പോൾ അന്ന് ഈ കുട്ടികളുടെ പഠനവും കാര്യമായിട്ടൊക്കെ വളരെ ബാക്ക്വേർഡായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ലംസം ഗ്രാൻഡിന് വേണ്ടി പുള്ളി നല്ലതുപോലെ പ്രവർത്തിച്ചു. അപ്പോൾ അന്ന് ആ ഭരണകാലത്ത് ലംസം ഗ്രാൻഡ് കരുണാകരൻ സഭ അവർ അംഗീകരിച്ചു കൊടുത്തു ഇവിടെയുള്ളവർക്ക്. ഇപ്പോഴൊക്കെ ഒരു 1983 ആയി ആ സമയത്ത്. അതിലൊരു ഉദ്ദേശം ശരിയാണെങ്കിൽ പിന്നെന്തിനു വേണ്ട ആ സമയം മുതലാണ് പുള്ളി ഈ കിടക്കുന്നവർക്കുള്ള
കുടിത്തനം ആയിരിക്കുന്നവർക്ക് വേണ്ടി പട്ടയം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചു. അതും ആ ഇയർ തന്നെ പുള്ളിയെ നേടിയെടുത്ത് എല്ലാവർക്കും പട്ടയങ്ങളൊക്കെ ഇവിടെ കിട്ടി സാധിച്ചു. അപ്പോൾ ഒരു പരിധി വരെ ജനങ്ങൾക്ക് നല്ല ബോധ്യമായി, സപ്പോർട്ടായി. അപ്പോൾ പിന്നെ ഇവിടെ ഒരു ബോട്ടുകാരുടെ വലിയ ശല്യം ഉണ്ടായി. നീണ്ടകരയിൽ നിന്നൊക്കെ ബോട്ടുകാരിൽ നിന്ന് ഇവിടുത്തെ പാരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികൾക്കുള്ള മത്സ്യബന്ധനം നടത്തുന്ന രീതിയിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. പുള്ളി പിന്നെ അതിലോട്ട് തിരിഞ്ഞു. അപ്പോൾ പിക്കറ്റിങ്, NH പിക്കറ്റിങ്, പിന്നെ റെയിൽവേ പിക്കറ്റിങ് എല്ലാം സംഘടിപ്പിച്ചു വളരെ ശക്തമായി. അപ്പോൾ അത് രൂപതയുടെ ഒത്താശാനകത്ത് കിട്ടി. അപ്പോൾ MMS എന്ന് പറയുന്ന ഒരു പിന്നെ മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സും ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ കൂടെ. അവരായിരുന്നു കൂടെ നിന്നിരുന്നത്. അവർ ഹൗസ് പൂത്ര തന്നെ ഉണ്ടായിരുന്നു, മാമ്പള്ളിയിലും ഉണ്ടായിരുന്നു ഇതിൻ്റെ ഹൗസ്, ഈ മെഡിക്കൽ മിഷൻ സിസ്റ്റർ. ഇവന് കൂട്ടായിട്ട് നമ്മുടെ എല്ലാം കമ്മിറ്റികളുടെ എല്ലാം ഒത്താശ ഉണ്ടായി. അങ്ങനെയാണ് പിന്നെ ജനങ്ങളുടെ ഈ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ നടന്നത്. അത് വലിയ ആവശ്യമാണ്. അപ്പോൾ അതങ്ങനെ നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് വരാൻ സാധിച്ചു. അപ്പോൾ സംഘടന വളർന്നു, അതിനിവിടെയുള്ള ആൾക്കാർ വളർന്നു, അതിൻ്റേതായ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. അപ്പോൾ കോച്ചേരി വളരെ അച്ഛൻ വന്നിട്ട് മറ്റുള്ള തലങ്ങളിലും തൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ച് ഇതര ജില്ലകളിലും ആയിട്ടൊക്കെ വ്യാപിച്ച് എന്തിന് പിന്നെ അവസാനം ഡൽഹി വരെ പുള്ളിക്ക് ബേസ് ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലി കിട്ടി. പിന്നെ അത് കഴിഞ്ഞ് വെളി രാജ്യങ്ങളിൽ പോയി ഇതിൻ്റെ കോഴ്സുകൾ ചെയ്യാൻ ആൾക്കാരെ കൊണ്ടുപോയി പുള്ളി പോയി അവിടെ നിന്ന് അവാർഡ് വരെ പുള്ളിക്ക് കിട്ടി. അവാർഡ് പുള്ളി നിരസിച്ചു. കാരണം തനിക്ക് ഇവിടെ തങ്ങളുടെ ജനങ്ങൾക്ക് കിട്ടാത്ത ഒരു ഇത് വേണ്ടെന്ന് പറഞ്ഞിട്ട് സ്വയം നിരാകരിച്ചു പുള്ളി. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സ്വന്തം നേട്ടങ്ങൾക്ക് അപ്പുറം സാധാരണ ജനങ്ങളുടെ ജീവിത രീതിക്കൊത്തു ഇറങ്ങി ചെല്ലുവാനും അവർക്ക് വേണ്ട വിമോചനങ്ങൾ ലഭിക്കാനുള്ള എല്ലാ സംഭവങ്ങളും വിളിച്ചു. അത് വലിയൊരു നേട്ടമായി. അപ്പോൾ ആ ഒരു നേട്ടം വെച്ച് പുള്ളിക്ക് ആഗോളതലത്തിൽ തന്നെ പിന്നെ പേരൊക്കെ ഉണ്ടായി. ആ ഒരു ഇത് വന്നു, അവരംഗീകരിക്കാനും ഒക്കെ. വളരെ മനുഷ്യൻ വളരെ പൂറായിരുന്നു. വെച്ചാൽ കരമടി വിട്ടും രാത്രികൾ കൊച്ചി ഏറ്റനങ്ങൾ പോയുമാണ് അവർ ജീവിതം നടത്തിയിരുന്നത്. അങ്ങനെ ഒരു മുന്നേറ്റമല്ല. എല്ലാവരും ഈ കമ്പാവലയുടെ കൂടെ എന്താണ് പറയുന്നത്, നമ്മൾ ഈ അടിയാരെ പോലെ ജീവിക്കുന്നതാണ്. അതായത് കടം പറ്റു വാങ്ങിയിട്ട് അതിലവർക്ക് ജോലി കൊടുക്കുന്നു. അതിനെന്താ പറയുന്നത് നാട്ടിലൊരു ഭാഷ ഉണ്ടായിരുന്നു. അവരെ പറ്റു വാങ്ങി ജോലി ചെയ്യുന്നവർക്കൊരു പേരുണ്ടായിരുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു മിക്ക കുടുംബങ്ങളും. ഒരു ഉടമസ്ഥനുണ്ടാവും, അതിൽ വേല ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അങ്ങനെ ഇവിടെ കുറേ കമ്പാവലക്കാരുണ്ട്, മനസ്സിലാവുന്നു, ഏരിയ വിട്ട്. അപ്പോൾ ആരെല്ലാം അവരുടെ സ്വാധീനത്തിലാണ് ജോലി ചെയ്തത്. പിൽക്കാലത്ത് 1984 കൂടിയാണ് അതുവരെ പിന്നെ കുറച്ച് 80കളിലും മൈസൂർ വള്ളം എന്നുള്ള പരിപാടി വന്നു. വലകൾ വള്ളത്തി വെച്ച് പോകുന്നു. അത് കഴിഞ്ഞാണ് പിന്നെ മിഷണറീസ് വന്നത്. 1984 ആദ്യമായിട്ട് മിഷൻ ഘടിപ്പിച്ച വള്ളം ഉണ്ടായി. 84 ഞങ്ങളും അത് ഞങ്ങളും ആ വള്ളമൊക്കെ ഉണ്ടാക്കി അങ്ങനെ പ്രവർത്തനത്തിന് പോയി. അങ്ങനെ ഈ വള്ളം പ്രവർത്തനത്തിന് പോയി തുടങ്ങിയാണ് ഈ ബോട്ടുകാരുടെ ശല്യം ഉണ്ടായി. ഇവിടെ ഭയങ്കര കോറലുണ്ടായി, ഒരുപാട് ബോട്ടുകൾ നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ഭയങ്കര കോറലുണ്ടായി, ഒരുപാട് കത്തിച്ചും പിടിച്ചുമൊക്കെ ചെയ്തു. കേസുകളായി, പോലീസായി, കോടതിയായി. അതൊക്കെ ചരിത്രമാണ്, നമ്മളൊക്കെ അതിൻ്റെ ആളുകളാണ്. വിഷയം എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായി. ഇവർ വന്ന് രാത്രി കാലങ്ങളിൽ ബോട്ടടിക്കുകയും വലകൾ കയറി മുറിക്കുകയും വള്ളത്തിലിടിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇവരെ കൊണ്ട് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിട്ട് പിന്നെ ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു. അപ്പോൾ കൊല്ലക്കാരുമായിട്ട് പല അച്ഛനുമായിട്ടൊക്കെ ചേർന്ന് എല്ലാം ചേർന്ന് ഇത് വെച്ചു. കമ്മിറ്റികളൊക്കെ വെച്ചിട്ടും നടന്നില്ല. അടിയൊക്കെ കൊണ്ടുവന്നു. പിന്നെ അങ്ങനെയാണ് ജനങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ച് ഇത് നശിപ്പിക്കാനുള്ള കാര്യം ആലോചിച്ച് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നെ ഇവരുടെ സംഘടനകളുണ്ട്, ബോട്ടിൻ്റെയും ഇവിടുത്തെ ഔട്ട്ബൗണ്ട് സംഘടന, മത്സ്യത്തൊഴിലാളി സംഘടന എല്ലാം തമ്മിൽ. അപ്പോൾ അതിലൊക്കെ അച്ഛനുണ്ട്, ഇവിടുത്തെ ഇടവകയിലെ അച്ഛന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ തീരുമാനമെടുത്ത് ഇത്ര അടി വരെ വരാവും, ഇത്ര കഴിഞ്ഞിട്ട് വന്ന് ചെയ്യാൻ പാടില്ല. പക്ഷേ ചില കാലഘട്ടത്തിൽ പിന്നെ അതൊക്കെ ചെയ്തു. ഇവിടെ പണിയുണ്ടെങ്കിൽ അവരതിനെ പ്രതികരിക്കാതായി അങ്ങനെ പോകുന്നു. ഇപ്പം അങ്ങനെ വളരെ ശല്യമില്ല. അവർ കാലാന്തരത്തിൽ അതങ്ങ് നിന്നു എന്ന് വേണം പറയാൻ. കാര്യം ബോട്ടുകൾക്ക് ഇപ്പോൾ വലിയ വരുമാനമില്ല, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കുറേ ക്ഷയിച്ചു.
അപ്പോൾ അങ്ങനെ മാത്രമല്ല 84 മുതൽ പിന്നെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നേട്ടം, ഇവിടെ ഈ കാണുന്ന സ്നേഹാറാം വിദ്യാഭ്യാസം കൊണ്ടുവന്നു ജയ്സൂട്ട് ഫാദേഴ്സ്. അപ്പോൾ അതുവഴി ജനങ്ങൾക്കൊരു ഉദ്ധാനം സംഭവിച്ചു. വിദ്യാഭ്യാസം വലിയൊരു നേട്ടമാണ് ഇവിടെ. ജയ്സൂട്ട് ഫാദർമാരുടെ വരവോടുകൂടി ഇവിടെയുള്ള ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു. അപ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ വന്ന് നിൽക്കുന്ന പറഞ്ഞാൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വക്കീലേഴ്സ് എല്ലാം ഇവിടെ ഇപ്പോൾ ഈ കുടുംബങ്ങളിൽ നിന്ന് ഉണ്ടായി. കണക്കിലധികം അധ്യാപകരുണ്ടായി. അപ്പോൾ തങ്ങളെ തന്നെ പുരോഗതിയിലേക്ക് നയിക്കുന്ന ആൾക്കാർ തങ്ങൾക്ക് തന്നെ ഉണ്ടായി. അപ്പോൾ മറ്റുള്ള സഹായം പിന്നെ വേണ്ടി വന്നില്ല. അപ്പോഴേക്കും അച്ഛൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിരുന്നു. പിന്നെ അവരുടെ ഓർമ്മകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സംഭവമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം ഇപ്പോൾ ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിലെ ജനസംഘടനകൾ സ്വയം പര്യാപ്തത പ്രാപിച്ചു. വാക്കതാണ്, സ്വയം പര്യാപ്തത പ്രാപിച്ചോടുകൂടി പിന്നെ മറ്റുള്ളവരുടെ ഒന്നും മാത്രമല്ല, ഒരു വശത്തൂടെ രാഷ്ട്രീയക്കാർ ജനങ്ങളെ അടിമകളാക്കി വെച്ചു, സാമ്പത്തികം അടിമകളാക്കി വെച്ചു. ഈ രണ്ടവസ്ഥ ഇപ്പം പോയി. വിദ്യാഭ്യാസ വരവോടുകൂടി, ഇവരുടെ വരവോടുകൂടി ജനമെല്ലാം സ്വാതന്ത്ര്യത്തിൻ്റെ ആ വലിയ നല്ല തുറവിയിലേക്ക് കടന്നുപോയി. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും കാലങ്ങളാണ്. ഇപ്പോൾ കോറല്ല, മദ്യപാനം ചെയ്യുന്നവരുണ്ട്, എന്താ പറയുന്നത്, തെറ്റായ രീതികളിലൊക്കെ ജീവിച്ചു പോയവരുണ്ട്. അതെല്ലാം ഇപ്പം നിന്നു. കാരണം അതിന് കമ്മിറ്റികൾ, ഇപ്പം ഞങ്ങളെപ്പോലുള്ളവരെന്നെ ഇറങ്ങി പ്രവർത്തിച്ച് അത് അങ്ങനെ ചെയ്യുന്നവരെ പോലീസിന് കൊടുത്ത് പിടിച്ചും എടുത്തും ഒക്കെ അങ്ങനെയുള്ളവരെ നമ്മൾ ഇല്ലാതാക്കി. അതോടുകൂടി ഇവിടെ ഒരു നല്ലൊരു വെള്ളത്തിൻ്റെ ഇതുണ്ടായിരുന്നു, അതിൻ്റെ സംവിധാനം ചെയ്തു. അപ്പോൾ അതിനൊക്കെ വരെ ഇവർ സമരം ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം, കറണ്ട്, ഇതിനെല്ലാം സമരം ചെയ്തിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ ഒരു സ്വയം പര്യാപ്തത നേടി നിൽക്കുന്ന ഗ്രാമമാണ് അഞ്ചുതെങ്ങ്. ഇറക്കി പറഞ്ഞാൽ മറ്റുള്ളവരെക്കാളും മെച്ചമായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അഞ്ചുതെങ്ങ് എല്ലാ രീതിയിലും. സ്വയം പര്യാപ്തത നേടിയെടുക്കാൻ വേണ്ടി പുള്ളി തങ്ങളുടെ ഈ അത്യാവശ്യം, നമ്മളൊരു വാക്ക് പറയാറുണ്ട്, അനുദിന ജീവിതത്തിൻ്റെ ഘടകം, ഇതിനു വേണ്ടി കൂടുതൽ പ്രവർത്തിച്ച് സംഘടിതമാക്കിയതാണ്. അപ്പോൾ ജനങ്ങൾക്ക് ബോധ്യമായി ഇതാണ് നമ്മുടെ ആവശ്യം. അതുപോലെ രാഷ്ട്രീയക്കാർ, ഞാൻ പറയും, കുറേ കാശുകാർ അവരെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കാൻ, പിന്നെ അവസാനം അവരുടെ ചട്ടുകങ്ങളായി ഇവർ മാറേണ്ടി വന്നു. മനസ്സിലായല്ലോ? അപ്പോൾ അവരാണ് സംഘടന. അവിടെ സംഘടനകളാണവർ. മത്സ്യത്തൊഴിലാളി ഏക സംഘടന ഇടവകയിലുണ്ട്, എല്ലാ ഇടവകളിലും സംഘടനയുണ്ട്. ഇപ്പോൾ അവർ തന്നെ സ്വയം പര്യാപ്തം നേടിയ സംഘടനകളാണ്. ഏതാവശ്യത്തിന് അവർ ഒരുമിക്കുന്നു, കാര്യങ്ങൾക്ക് വേണ്ടി പ്രഘോഷിക്കുന്നു, പ്രഖ്യാപിക്കുന്നു, പിന്നെന്താ പറയേണ്ട വാക്ക്, പ്രചരിപ്പിക്കുന്നു. അവർക്കിനി ആളിനെ വേണ്ട, ആ രീതിയിൽ അച്ഛൻ സംഘടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടമാണ്, പറയാതിരിക്കാൻ വയ്യ. ആ ഒരു സംഘടിത മനോഭാവം തന്നെ വളർത്തിയതും പഠിപ്പിച്ചതുമെല്ലാം അച്ഛൻ്റെ മാതൃകയാണ്. മെഡിക്കൽ മിഷൻ സിസ്റ്റേഴ്സുമാരുടെ പ്രവർത്തനമാണ് അതിലെല്ലാം കൂടുതൽ ഇവിടെ സഹായിച്ചത്. പിന്നെ അനുഭവിക്കുമ്പോൾ TSS എന്ന് പറയുന്ന സംഘടനമാണ് ട്രിവാൻഡ്രത്തിൽ രൂപതയുടെ. അതാണ് പറഞ്ഞത്, അവരെല്ലാം വന്നതോടുകൂടിയാണ് പിന്നെ ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യവും വന്നു. അവർക്കും ഇപ്പോൾ സംഘടനകളാണ്. അപ്പോൾ ആരെയും നയിക്കേണ്ട കാര്യമൊന്നുമില്ല, അവർക്ക് തന്നെ ഇപ്പോൾ സംഘടനയുണ്ട്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അഞ്ചുതെങ്ങിൻ്റെ തേരോട്ടം തുടങ്ങിയത് അച്ഛനിൽ നിന്നാണ്. തോമസ് കൊയിച്ചിരി അച്ഛനാണ് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ മുഖം മാറ്റിയതും ഇന്ന് കാണുന്ന ഈ സമഗ്രമായ പുരോഗതിക്ക് നിമിത്തമായതും. വിദ്യാഭ്യാസ തലത്തിൽ ജയ്സൂട്ട് ഫാദേഴ്സിൻ്റെ സാന്നിധ്യമാണ് യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് മുഖ്യ ധാതുവായത്.